ഒരിക്കൽ ഒരിടത്തൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവൾക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്നാൽ അവൾ ഇൻവിസിബിൾ ആണ്. അതായത് അവൾക്കല്ലാതെ മറ്റാർക്കും അവളെ കാണാൻ സാധിക്കില്ല, കേൾക്കാൻ സാധിക്കില്ല, അനുഭവിക്കാൻ സാധിക്കില്ല. അവളൊരു പ്രേതമൊന്നുമല്ല, പക്ഷെ അവൾ ഇങ്ങനെയാണ്. ഇതാണ് അവളുടെ ലോകം. ആൻഡ് ആ പെൺകുട്ടി മറ്റാരുമല്ല, ഞാൻ തന്നെയാണ് എന്ന് പറയുന്ന നമ്മുടെ ഹീറോയിന്റെ ശബ്ദം കേൾപ്പിച്ചുകൊണ്ട് സിനിമയുടെ ടൈറ്റിൽ കാണിക്കുന്നു, എബോവ് ദ ഷാഡോസ്. എൻ്റെ വീട്ടിൽ മുഴുവൻ 5 ആളുകളാണുള്ളത്. അച്ഛൻ, അമ്മ, എൻ്റെ ചേച്ചി, ഞാൻ, എൻ്റെ അനിയൻ. എൻ്റെ ചേച്ചിയാണ് വീട്ടിലെ ഏറ്റവും സുന്ദരി. എൻ്റെ അനിയൻ ഭയങ്കര സ്മാർട്ടാണ്. അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ്റെതായ ഒരു ലോകത്താണ്. പലപ്പോഴും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ പുള്ളിക്കാരൻ ശ്രദ്ധിക്കാറ് പോലുമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എൻ്റെ വീട്ടിലുള്ള ഇവർ 3 ആളും പല സാഹചര്യങ്ങളിലും പലപ്പോഴും എന്നെ അവഗണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ വീട്ടിൽ എന്നെ കെയർ ചെയ്യാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നത് എൻ്റെ അമ്മയെ മാത്രമാണ്. അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയുടെ ഫേവറേറ്റ് സബ്ജക്ട് മാത്സ് ആണ്. മാത്സിൽ പുള്ളിക്കാരി പുപ്പുലിയാണ്. കണക്കുകളൊക്കെ സോൾവ് ചെയ്യാൻ, പസിൽസ് ഒക്കെ സോൾവ് ചെയ്യാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് വലിയൊരു രോഗം വന്നപ്പോഴും ഞാൻ പേടിച്ചിട്ടില്ല. കാരണം അവരെന്നോട് പറഞ്ഞത് അമ്മ മരുന്നുകളോടൊക്കെ പ്രതികരിക്കുന്നുണ്ട്, അധികം വൈകാതെ രോഗം ഭേദമാകുമെന്നാണ്. ഈവൻ ഒരിക്കൽ പോലും എൻ്റെ അമ്മ എന്നോട് അമ്മയ്ക്ക് രോഗമാണെന്നോ വയ്യാതിരിക്കുവാണെന്നോ അങ്ങനെ ഒരു മട്ടിലോ അങ്ങനെ ഒരു ചിന്ത പോലും എനിക്ക് തോന്നുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല. രോഗാവസ്ഥയിൽ പോലും എന്നോട് വളരെ സന്തോഷത്തോടെ എന്നെ ഒന്നും അറിയിക്കേണ്ടെന്ന് കരുതി, എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് കരുതി അങ്ങനെ സംസാരിച്ചിട്ടുള്ളൂ. എന്നാൽ അമ്മയുടെ മരണം എല്ലാം മാറ്റിമറിച്ചു. അതോടെ ഞാനും പതിയെ ഇല്ലാതാവുകയായിരുന്നു, മാഞ്ഞു പോവുകയായിരുന്നു. എൻ്റെ അച്ഛനും ചേച്ചിയും അനിയനും ഒക്കെ ഇപ്പൊ എന്നെ ഒരുപാട് അവഗണിക്കുന്നു. എന്താ അവർക്കൊക്കെ പറ്റുന്നത്? എന്തുകൊണ്ടാണ് അവരെന്നോട് മിണ്ടാത്തത്? വീട്ടിലുള്ളവർ മാത്രമല്ല, എൻ്റെ ഫ്രണ്ട്സ്, സ്കൂളിലെ സാറ് എല്ലാവരും എന്നെ അവഗണിക്കുന്നു. ശരിക്കും എന്താ ഇവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ട് ഇവരാരും എന്നോട് മിണ്ടാത്തത്? ഇവരോട് എല്ലാവരോടും ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ? എന്നാൽ പിന്നീട് ഒരിക്കലാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കുന്നത്. ശരിക്കും അവരാരും എന്നെ അവഗണിക്കുന്നതല്ല, അവരുടെ കാഴ്ചയിൽ നിന്നും കേൾവിയിൽ നിന്നും ഞാൻ പൂർണ്ണമായി അകന്നു പോയിരിക്കുന്നു. അവർക്ക് ആർക്കും തന്നെ എന്നെ കാണാനോ കേൾക്കാനോ അനുഭവിക്കാനോ ഒന്നും കഴിയുന്നില്ല. ഈവൻ ഇവരുടെ ആരുടെയും ഓർമ്മയിൽ പോലും ഞാൻ ഇല്ല എന്ന് പറയുമ്പോൾ എന്തൊരവസ്ഥയാണത്? എനിക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എനിക്ക് അവരോട് ആരോട് നേരിട്ട് സംസാരിക്കാൻ കഴിയുന്നില്ലെങ്കിലും എൻ്റെ ഫോൺ യൂസ് ചെയ്ത് എനിക്ക് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഇവിടെ സ്വന്തമായ ഒരു അപ്പാർട്ട്മെന്റ് ഉണ്ട്. എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിലും ഇപ്പോൾ എല്ലാത്തിനോടും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. സോ ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഇവളാണ് നമ്മുടെ ഹീറോയിൻ. ഇവളുടെ പേര് ഹോളി. പുള്ളിക്കാരി ഒരു മാധ്യമ പ്രവർത്തകയാണ്. അല്ല, അതെങ്ങനെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരാൾക്ക് എങ്ങനെ മാധ്യമ പ്രവർത്തകയാകാൻ പറ്റും എന്നല്ലേ ചോദിക്കാൻ വന്നത്? ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മുടെ ഹീറോയിൻ അവൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നേടിയെടുക്കുന്നത് അവളുടെ ഫോണിലൂടെയാണ്. ഫോൺ ത്രൂ അവൾക്ക് ആരെ വേണേലും വിളിക്കാം, ആർക്ക് വേണേലും മെസ്സേജ് അയക്കാം, അങ്ങനെയൊക്കെ. ഇൻവിസിബിൾ ആയി നമ്മുടെ ഹീറോയിൻ എവിടെ വേണമെങ്കിലും കയറിച്ചെല്ലാം, ആരും അവളെ ശ്രദ്ധിക്കില്ല. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു കഴിവ് ഒരു മാധ്യമ പ്രവർത്തകന് സ്വർഗ്ഗമാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല, എവിടെ വേണമെങ്കിലും കയറിച്ചെല്ലാൻ സാധിക്കും. ഇങ്ങനെ നമ്മുടെ ഹോളി നഗരത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളുടെ പിന്നാലെ അവരുടെ രഹസ്യങ്ങൾ കണ്ടുപിടിക്കാൻ കൂടും. പ്രമുഖരായിട്ടുള്ള പല ആളുകൾക്കും രഹസ്യ ബന്ധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമല്ലോ. പ്രമുഖന്മാരായിട്ടുള്ള പല ആളുകളെ ഫോളോ ചെയ്ത് തന്നെ അവരുടെ രഹസ്യങ്ങളൊക്കെ കണ്ടുപിടിച്ച്, അവർക്ക് എന്തെങ്കിലും രഹസ്യ ബന്ധമുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് അതെല്ലാം പത്രങ്ങൾക്ക് അയച്ചു കൊടുക്കും. പത്രങ്ങൾക്ക് എന്താണ് വേണ്ടത്? വാർത്താമൂല്യമുള്ള വാർത്ത. ഇവൾ ആരെ എന്ത് എന്നുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയില്ല എന്നുണ്ടെങ്കിലും കൂടുതൽ ഇങ്ങനെയുള്ള വർക്ക് ചെയ്യാനായിട്ട് പത്രങ്ങൾ ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവൾക്ക് ആവശ്യമുള്ള പണം കൊടുക്കും. ഇങ്ങനെയൊക്കെയുള്ള ധർമ്മമില്ലാത്ത മാപ്ര പരിപാടികളൊക്കെ ചെയ്ത് കാശുണ്ടാക്കിയാണ് നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ജീവിച്ചു പോകുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും അവൾ എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഫ്രൈഡേയും അവളുടെ വീട്ടിൽ പോകാറുണ്ട്. എന്താണെന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ അവളുടെ അച്ഛനും അവളുടെ ചേച്ചിയും അവളുടെ അനിയനും അവർക്കുള്ള തിരക്കുകളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ചിരുന്ന് ഫാമിലി ഡിന്നർ പോലെ അങ്ങനെ ഒരു രീതിയിൽ ഡിന്നർ കഴിക്കും. അവർക്കിപ്പോൾ ഇവളെ കാണാൻ പറ്റില്ല, ഇവളെ പറ്റിയുള്ള ഓർമ്മകൾ അവരുടെ ബ്രെയിനിലേ ഇല്ല എന്നൊരു കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരു വെള്ളിയാഴ്ച പോലും നമ്മുടെ ഹീറോയിൻ അവളുടെ വീട്ടിൽ പോകുന്ന ആ ഒരു പതിവ് മുടക്കാറില്ല. ഇപ്പോൾ അവളുടെ അനിയൻ ട്രോയ് പഠിത്തമൊക്കെ കഴിഞ്ഞൊരു ഡോക്യുമെന്ററിയുടെ വർക്കിലാണ്. അവന്റെ മുറിക്കുള്ളിൽ ഒരു ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് പുറത്ത് റോഡിലൂടെ നടന്നു പോകുന്ന ആളുകളുടെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യും. ഫുൾ ബോഡി ഇല്ല, അവരുടെ കാല് മാത്രം കാണത്തക്ക രീതിയിൽ ആ ഒരു രീതിയിൽ ക്യാമറ സെറ്റ് ചെയ്ത് വെച്ച് നടന്നു പോകുന്നവരുടെ കാല് മാത്രം ക്യാപ്ചർ ചെയ്യുക. അങ്ങനെ കാലുകളെ പറ്റി, ലെഗ്സിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെന്ററി. ഈ ചെക്കൻ ഭയങ്കര സ്മാർട്ട് ആണെന്നൊക്കെ അല്ലേ ഇവള് തുടക്കത്തിൽ പറഞ്ഞത്. എന്നിട്ടിപ്പോൾ നാട്ടുകാരുടെ കാലിന്റെ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുന്നു. വാട്ടവർ, അവൻ എന്തൊക്കെയോ കാണിക്കട്ടെ. ഇവളുടെ ചേച്ചി വനേശയുടെ വിവാഹമൊക്കെ കഴിഞ്ഞു. അവർ നല്ലൊരു കുടുംബമായി നല്ല രീതിയിൽ ജീവിക്കുന്നു. പിന്നെ ഇവളുടെ അച്ഛൻ, പുള്ളിക്കാരൻ മക്കളുടെ കാര്യത്തിൽ അങ്ങനെ സീരിയസ് ആയിട്ട് ഇടപെടാറേയില്ല. ഈവൻ ഇവരോട് നേരാവണ്ണം കാര്യം തിരക്കാറ് പോലുമില്ല. പുള്ളിയുടെ ഒരു ലോകത്താണ്, റിയൽ എസ്റ്റേറ്റ്, അതിന്റെ കച്ചവടം, ബിസിനസ്, അങ്ങനെ ഒരു ലോകത്ത്. എല്ലാ ഫ്രൈഡേയും നമ്മുടെ ഹീറോയിൻ അവളുടെ വീട്ടിൽ ചെന്ന് അവളെ ഓർമ്മ പോലും ഇല്ലാത്ത, അവളെ കാണാൻ പോലും പറ്റാത്ത അവളുടെ കുടുംബത്തോടൊപ്പം കുറച്ചു നേരം ടൈം സ്പെൻഡ് ചെയ്യും. ശരിക്കും വല്ലാത്തൊരു ജീവിതം തന്നെയല്ലേ അവളത്. എല്ലാ കാര്യവും അറിയാൻ പറ്റുന്നുണ്ട്, എവിടെ വേണമെങ്കിലും പോകാനായിട്ട് പറ്റുന്നുണ്ട്. ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇൻവിസിബിൾ ആയി കഴിഞ്ഞാൽ പല ആളുകളും നമ്മളെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് എങ്ങോട്ട് വേണേലും VIPസിന് മാത്രം പാസ്സുള്ള സ്ഥലങ്ങളിൽ ഇഷ്ടമുള്ളിടത്തൊക്കെ പോകാൻ സാധിക്കും. വേണമെങ്കിൽ തുണിയില്ലാതെ നടക്കാം, ആരുടെ രഹസ്യം വേണേലും കണ്ടുപിടിക്കാം, ചൊറിയുന്നവന്മാർക്കൊക്കെ ഈസി ആയിട്ട് പണി കൊടുക്കാം. ഇങ്ങനെയൊക്കെ ചെയ്യാൻ മുഴുവൻ സ്വാതന്ത്ര്യവും ഉണ്ടെങ്കിലും ഇതിലൊന്നും ഭാഗമാകാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു പബ്ബിൽ വെച്ച് നമ്മുടെ ഹീറോയിൻ, പോപ്പുലർ ആയിട്ട് ഒരു വ്യക്തി, പുള്ളിക്കാരൻ ഒരു ഗേളിനെ
ഹീറോയിൻ്റെ കൂടെ കറങ്ങുന്നത് ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ ആ പെണ്ണിനെയും കൂട്ടിക്കൊണ്ട് റൂമിലേക്ക് പോകുമ്പോൾ ഇവള് പിന്നാലെ പോകുന്നു. അവിടെ ചെന്ന് അവരുടെ ഫോട്ടോ എടുത്ത് അടുത്ത ദിവസം അത് പത്രത്തിൽ കൊടുത്ത് അങ്ങേരുടെ കരിയറും കൂടെ നശിപ്പിക്കണം. എന്നാൽ അവളെ പോലും ഞെട്ടിച്ചുകൊണ്ട് ആ പബ്ബിൽ വർക്ക് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ഇവളെ തടഞ്ഞു. ഏയ്, നീ ഇതെങ്ങോട്ടാ പോകുന്നേ? നിനക്കെന്നെ കാണാൻ നീ എന്താടി നിന്ന് ബബ്ബ അടിക്കുന്നേ? അത് അവരുടെ പ്രൈവറ്റ് സ്പേസ് അല്ലേ, അവരുടെ പിന്നാലെ നീ എങ്ങോട്ട് പോവാ? അവൾ ആകെ ഷോക്കായി തരിച്ചു നിൽക്കുവാണ്. തന്നെ എങ്ങനെയാണ് ഇവന് കാണാൻ പറ്റിയത്? ഇനിയിപ്പോൾ താൻ എല്ലാവർക്കും വീണ്ടും പഴയ പോലെ വിസിബിൾ ആയോ? ഔട്ട്, നിന്നെ മേലാൽ നീ പരിസരത്ത് കണ്ടുപോരെന്നൊക്കെ പറഞ്ഞ് അവൻ അവളെ പിടിച്ച് പബ്ബിൽ നിന്ന് ഇറക്കി വിട്ടു. പ്ലീസ് ഒരു മിനിറ്റ്, നിനക്കെന്നെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറയുന്നൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഞാനെന്താ പൊട്ടനാണോ? നീ അവരുടെ പുറകെ ആരും കാണാതെ ഒളിച്ചും പാത്തും പോകാന്നാണോ കരുതിയേ? അവൻ അവിടുന്ന് മാറിപ്പോയി കഴിഞ്ഞ് മറ്റു കുറേ ആളുകൾ വരുന്നു. നമ്മുടെ ഹീറോയിൻ ആ ആളുകളുടെ അടുത്ത് ചെന്ന് അവരോട് സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്കാർക്ക് ഇവളെ കാണാൻ പറ്റുന്നില്ല, ഇവള് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതായത് കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ. എന്നാൽ ഇപ്പോൾ ഇവളെ അവിടെ നിന്ന് ഇറക്കിവിട്ട ആ ഒരു സെക്യൂരിറ്റി ഇല്ലേ, പുള്ളിക്കാരന് മാത്രമേ ഇവളെ കാണാൻ പറ്റുന്നുള്ളൂ. ആ ഒരൊറ്റ ഡിഫറൻസ് മാത്രം. ഓഫ് കോഴ്സ് ഹീറോയിൻ കൺഫ്യൂസ്ഡ് ആണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്, എങ്ങനെ അവന് മാത്രം തന്നെ കാണാൻ പറ്റി ഒന്നും അറിയില്ല. അവൾ തിരികെ അവളുടെ അപ്പാർട്ട്മെന്റിൽ ചെന്നു. അതിനുശേഷം പുള്ളിക്കാരി നേരത്തെ ചെയ്തിട്ടുള്ള വർക്കുകളുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് മറിച്ചൊക്കെ നോക്കുന്നുണ്ട്. വർക്കുകൾ ഉദ്ദേശിക്കുന്നത് പല ആളുകളുടെ രഹസ്യങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് അവരുടെ രഹസ്യബന്ധത്തെ പറ്റിയുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് പത്രങ്ങൾക്ക് ലീക്ക് ചെയ്ത് കൊടുക്കുമല്ലോ. അപ്പോൾ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ ആ കൂട്ടത്തിലാവട്ടെ ഇന്ന് ഇവളെ അവിടെ നിന്ന് ഇറക്കിവിട്ട ആ ഒരു സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഇവളെ കാണാൻ പറ്റിയ പുള്ളി, അങ്ങേരുണ്ട്. അങ്ങേറെ യഥാർത്ഥ പേര് ഷെയ്ൻ ബ്ലാക്ക്വെൽ. പുള്ളിക്കാരൻ ഒരു പ്രൊഫഷണൽ MMA ഫൈറ്റർ ആയിരുന്നു. അങ്ങേരുടെ കരിയർ നല്ല ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്, ഹൈ വാല്യുവേഷനിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിൻ അങ്ങേരെ മറ്റൊരു സ്ത്രീയുടെ കൂടെ കാണാനിടയായി. ഇവള് വിടുവോ? ഇവള് പിന്നാലെ ചെന്ന് അവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ പത്രങ്ങൾ കൊടുത്ത് അങ്ങനെ തുടർന്ന് വലിയ പ്രശ്നങ്ങളായി. MMA ഫൈറ്റർ അക്കാഡമിയിൽ നിന്ന് അവനെ പുറത്താക്കി അവന്റെ കരിയർ മുഴുവൻ നശിച്ച് ഇപ്പൊ അവൻ സെക്യൂരിറ്റി ആയിട്ട് ആ ഒരു പബ്ബിൽ നിൽക്കുന്നു. അതായത് ശരിക്കും അവന്റെ കരിയർ നശിപ്പിച്ചത് ഇവളാണ്. പക്ഷെ ഇവിടെ നമ്മുടെ ഹീറോയിനെ അങ്ങനെ അടച്ചാക്ഷേപിക്കാൻ പറ്റത്തില്ല കേട്ടോ. കാര്യം ഇവൾ ഈ ഒരു ഫോട്ടോ എടുക്കാൻ പോയത് കൊണ്ട് ഗുണം കിട്ടിയ ആളുകൊണ്ട്. ഷെയ്നിന്റെ കൂടെ അന്ന് രാത്രി ഉണ്ടായിരുന്ന സ്ത്രീ, അവളുടെയും ഫോട്ടോ നമ്മുടെ ഹീറോയിൻ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അവളൊരു മോഡലാണ്, പേര് ജൂലിയാൻ. ഈ ഒരു സംഭവത്തെ തുടർന്ന് അവന്റെ കരിയർ ഇടിഞ്ഞിടിഞ്ഞ് നിലം പൊത്തിയെന്നുണ്ടെങ്കിലും അവൾ അവിടുന്ന് പിന്നെ അങ്ങോട്ട് ഉയർന്നു തുടങ്ങുമായിരുന്നു. ഒരു മോഡലായിരുന്ന അവൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്നു തുടങ്ങി. ഇപ്പൊ സിനിമയിൽ വലിയൊരു ആക്ട്രസ് ആണ്. എന്നാൽ നമ്മുടെ ഷെയ്നോ അവന്റെ കരിയർ നല്ല രീതിയിൽ അവസാനിപ്പിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അവൻ ലാസ്റ്റ് ആയിട്ട് കളിച്ച മത്സരം മറ്റേ എന്നൊരാളോട് തോറ്റിട്ടാണ് അവന്റെ കരിയർ അവസാനിപ്പിക്കുന്നത്. ജൂലിയാനുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിന്റെ പേരിൽ മാത്രമല്ല, ഇവൻ അവസാനം കളിച്ച ആ ഒരു മത്സരം തോറ്റുപോയതിന്റെ പേരിലും ഒരുപാട് ആളുകൾ അവനെ ആക്ഷേപിക്കുന്നുണ്ട്. അവന്റെ ലൈഫിലും ഫൈറ്റിലും ഒന്നിലും ബെറ്റർ അല്ല എന്നിങ്ങനെയുള്ള തോട്ട് ആളുകളുടെ മനസ്സിൽ കയറിയതിനെ തുടർന്ന് ഒരു ക്ലബ്ബിലും അവന് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. ഇതെല്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ ഹീറോയിൻ ആവട്ടെ അടുത്ത ദിവസം ഷെയ്നെ കാണാൻ ചെല്ലുന്നുണ്ട്. നിനക്കെന്നെ മനസ്സിലായോ? ഇന്നലെ നീ എന്നെ ഇവിടെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. നീ എന്താ ഇവിടെ, എന്താ കാര്യം? അല്ല അത് പിന്നെ നിനക്ക് ഈ വാർത്ത ഓർമ്മയുണ്ടോ, നിന്റെ ലീക്കായ ഫോട്ടോസൊക്കെ? ആക്ച്വലി ഞാനൊരു സോറി കൂടി പറയാനാണ് വന്നത്. ഈ ഫോട്ടോ എടുത്തത് ഞാനാണ്. വാട്ട്, നീയോ? അയ്യോ പ്ലീസ് ഒരു സെക്കൻഡ്, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. എനിക്കത് പറ്റിയതൊരു മിസ്റ്റേക്കാണ്. ഞാനത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് നിന്നോട് ഈ കാര്യം തുറന്നു പറയാൻ കരുതി വന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളും സത്യം പറഞ്ഞാൽ അവൻ ഇവിടെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. അവൻ്റെ കരിയർ മുഴുവൻ നശിപ്പിച്ചിട്ട് ഇപ്പം മുന്നിൽ വന്ന് സോറി പറയുന്നു. പക്ഷെ ഒരു പെണ്ണായി പോയല്ലോ. പബ്ലിക് റോഡും ആളുകളൊക്കെ നോക്കുന്നു. എങ്ങാനും ദേഷ്യത്തിന്റെ പുറത്ത് അവളെ ഒന്ന് തല്ലിപ്പോയാൽ അവൾക്ക് കൈ ഒകിയാലോ പോലും എട്ടിന്റെ പണി കിട്ടുന്ന കാലമാണ്. മാത്രമല്ല ഇപ്പം മുന്നിൽ വന്ന് ഇങ്ങനെ കെഞ്ചുകയും ചെയ്യുന്നു. ശരി അതൊക്കെ ഞാൻ പണ്ടേ വിട്ടതാ, നീ ഇവിടുന്ന് പോവാൻ നോക്ക്. ഷെയ്ൻ വെയിറ്റ്, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നിന്റെ നഷ്ടപ്പെട്ടു പോയ കരിയർ എനിക്ക് തിരിച്ചു തരാൻ പറ്റും. ഞാൻ ഉദ്ദേശിക്കുന്നത് നിന്നെ പഴയ പോലെ ഒരു MMA ഫൈറ്റർ ആക്കി മാറ്റാൻ എന്നെ കൊണ്ട് സാധിക്കും. ചെയ്തു പോയി തെറ്റ് തിരുത്താൻ എനിക്കൊരു അവസരം താന്നൊക്കെ പറഞ്ഞു ഇവളും. നിനക്ക് സീരിയസ്ലി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്നെ പറ്റിയുള്ള എങ്ങനെയുള്ള ന്യൂസുകളാണ് പുറത്തു വന്നിരിക്കുന്നത്? ഈ ന്യൂസുകളൊക്കെ മാറ്റിമറിച്ച് MMA അക്കാഡമിയിൽ എന്നെ വീണ്ടും സെലക്ട് ചെയ്യിപ്പിക്കാനൊക്കെ നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അതിനിവള് ഉറപ്പായിട്ടും പറ്റും. അവനോ ഒന്ന് പോയടി വട്ടുകേസ് എന്ന് പറഞ്ഞ് അവിടെ മാറിപ്പോകാൻ തുടങ്ങുമ്പോൾ ഒരു 5 മിനിറ്റ് എനിക്ക് തന്നാൽ മതി. നീ ഇപ്പം എങ്ങോട്ട് പോകുന്നോ ഞാൻ നിന്റെ കൂടെ വരാം. വെറും 5 മിനിറ്റ് കൊണ്ട് എന്നെ കൊണ്ട് എന്ത് പോസിബിൾ ആവുമെന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവൾ അവൻ്റെ കൂടെ കൂടി. ഷെയ്ൻ നേരെ ചെല്ലുന്നതാവട്ടെ പുള്ളിക്കാരൻ്റെ മാനേജറിനെ കാണാനാണ്. അങ്ങനെ കരിയർ മൊത്തം ഇപ്പോൾ ഈ ഒരു അവസ്ഥയിലായതുകൊണ്ട് പുള്ളിക്കാരൻ ഈ ക്ലബ് ഫൈറ്റുകളിലൊന്നും പങ്കെടുക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ചെറിയ സെറ്റപ്പുകളിൽ ഈ സ്ട്രീറ്റ് ഫൈറ്റിലൊക്കെയാണ് പുള്ളി ഇപ്പോൾ പങ്കെടുക്കുന്നത്. അതും ഇവൻ്റെ ജോലി സമയം കഴിഞ്ഞ് ബാക്കിയുള്ള സമയം മാത്രം. അപ്പോൾ ആ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഇവൻ്റെ ഒരു മാനേജറാണ് ഇങ്ങേര്. മാനേജർ അങ്ങനെ ഫോണിൽ നോക്കി ഇവൻ്റെ അടുത്ത മാച്ചിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു. ഇന്ന സ്ഥലത്താണ് മാച്ച്, ഇത്ര രൂപ കിട്ടും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ പുള്ളിക്കാരൻ്റെ ഫോണിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോഴാവട്ടെ മാനേജർ ആക്ച്വലി ഇവനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഓരോ മാച്ച് കഴിയുമ്പോഴും മാനേജറിന് കിട്ടുന്ന പൈസയുടെ പകുതി പണം മാത്രമേ പുള്ളിക്കാരൻ ഷെയ്നിന് കൊടുക്കാറുള്ളൂ. ഇത്രയും നാൾ ഇങ്ങനെ അവനെ മാന്യമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് സാരം. ഹീറോയിൻ ഈ കാര്യങ്ങളൊക്കെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഹീറോ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. എന്താണെന്നാൽ അവൾ അവൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് അടുത്തിരുന്ന് അവൻ്റെ ഫോണിലുള്ള കാര്യങ്ങൾ നോക്കി ആ കാര്യങ്ങൾ നമ്മുടെ ഹീറോയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടും മാനേജർ ഈ കാര്യങ്ങളൊന്നും തിരിച്ചറിയുന്നില്ല. അവളെന്നൊരു വ്യക്തി അവിടെ ഉള്ളതായിട്ട് പോലും പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു മീറ്റിങ്ങിന് ശേഷം നമ്മുടെ ഹീറോ ഷെയ്ൻ ഇവളോട്, അല്ല ഇപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ? അവൻ എന്തുകൊണ്ടാണ് നിന്നെ കാണാൻ പറ്റാഞ്ഞേ? ഇതെല്ലാം ഞാൻ പറഞ്ഞത് എനിക്ക് കുറെ കഴിവുകളുണ്ട്, ഞാൻ ഇൻവിസിബിൾ ആണ്, നിനക്ക് മാത്രമേ ശരിക്കും എന്നെ കാണാൻ പറ്റുന്നുള്ളൂ.
നോ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. നീ കള്ളത്തരം പറയുവാണ്, നീ വെറുതെ പറയുന്നതാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ശരി, നിനക്കെന്നെ വിശ്വാസമില്ല. ഓക്കെ, ഞാനിപ്പോൾ പ്രൂവ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് റോഡിലൂടെ ഒരു കാർ വന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാറുകാരൻ എന്നെ കാണാൻ പറ്റുമോ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്തേക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നട റോഡിൽ പോയി നിൽക്കുന്നു. കാർ ഓടിക്കുന്ന പുള്ളിക്കാരനാവട്ടെ ബെല്ലും ഇല്ല ബ്രേക്കും ഇല്ല, പുള്ളി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് കാണുന്ന ഹീറോ ഓടിച്ചെന്ന് അവളെ പിടിച്ചു മാറ്റി. അന്നേരം ആ ഡ്രൈവർ, ഡാഡാ എന്താ നിനക്ക് ചാവാ ഇറങ്ങിയാണോ? ഡോ, തനിക്കെന്താ കണ്ണ് കണ്ടുപിടി, ഒരു പെണ്ണ് നട റോഡിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ട് താൻ എന്തോ സ്പീഡിലാണ് വന്നോണ്ടിരുന്നേ. പെണ്ണോ? നീ എന്തുവാടി പറയുന്നേ? ഓ അപ്പൊ നീ മെന്റൽ കേസ് ആയിരുന്നല്ലേ. ഇവരോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നുള്ള മട്ടിൽ ഡ്രൈവർ കാർ ഓടിച്ച് അവിടുന്ന് പോയി. ഇപ്പൊ നമ്മുടെ ഹീറോയ്ക്ക് ശരിക്കും വിശ്വാസമായി, തനിക്ക് മാത്രമേ ഇവളെ ഈ ലോകത്ത് നേരിട്ട് കാണാനും കേൾക്കാനും പറ്റൂ. എന്തൊക്കെയാണെങ്കിലും ഇപ്പൊ ഈ ലോകത്ത് അവളെ കാണാൻ സാധിക്കുന്നത് അവന് മാത്രമാണല്ലോ. അതേ തുടർന്ന് അവർ രണ്ടാളും കണക്റ്റഡ് ആയിരിക്കും, ടച്ചിലിരിക്കാമെന്ന് അവർ തീരുമാനിക്കുന്നു. ഈവൻ ഷെയ്ൻ അവളെ അവന്റെ അപ്പാർട്ട്മെന്റിലേക്കൊക്കെ ക്ഷണിക്കുന്നുണ്ട്. ഇവളും കൂടുതൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്, അവന്റെ കരിയർ പഴയ പോലെ ആക്കി കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അതിനൊരു അവസരമായിരിക്കും ഇങ്ങനെ കിട്ടുന്നതെന്നൊക്കെ ഉള്ള മട്ടിൽ അവന്റെ അപ്പാർട്ട്മെന്റിൽ ചെല്ലുന്നു. അവിടെ 3 കാല് മാത്രമുള്ള ഷെയ്നിന്റെ ഒരു ഡോഗ് ഉണ്ട്. ആ ഡോഗിന് നമ്മുടെ ഹീറോയിനെ കാണാൻ പറ്റത്തില്ല. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേണ്ടത് ഞാൻ ചെയ്ത തെറ്റ് തിരുത്താൻ പറ്റണം. നിന്നെ പഴയ പോലെ ആ ഒരു MMA ഫൈറ്റർ പൊസിഷനിൽ വീണ്ടും എത്തിക്കണം. ഞാൻ ഒരു കാര്യം പറയാം, ഈ ലോകത്ത് നിന്നെ ആകെയും പോകുകയും കാണാൻ പറ്റുന്നത് എനിക്ക് മാത്രമാണെന്നല്ലേ നീ പറയുന്നേ. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്നോടല്ലാതെ വേറെ ആരോടും നിനക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നീ അത് വിട്ടേക്ക്. അങ്ങനെ അങ്ങ് വിട്ടിട്ട് പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ശ്രമിക്കും. ഒരു കാലത്ത് എന്നെ പലരും കാണുന്നുണ്ടായിരുന്നു, അവർക്ക് എന്നെ പറ്റിയുള്ള ഓർമ്മകളുണ്ടായിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് എങ്ങനെയോ ഇല്ലാതായി. ഇപ്പോഴും ഇതെല്ലാം മാറി പഴയ പോലെ ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിലപ്പോൾ അതിന്റെ ഒരു സൂചനയായിട്ടാവാം ഇപ്പൊ നിനക്ക് എന്നെ കാണാൻ പറ്റുന്നത്. സോ ഷെയ്ൻ, ഇമ്പോസിബിൾ ആയിട്ടൊരു കാര്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. നിന്റെ കരിയർ പഴയ പോലെ ആക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുമെന്ന് നമ്മുടെ ഹീറോയിനും ഷെയ്നും അവന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവളോട് തുറന്നു പറയുന്നുണ്ട്. അവന്റെ സ്റ്റെപ്പ് ഫാദർ അവന്റെ ടീനേജ് പ്രായത്തിൽ അവനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ്. അതിനുശേഷമാണ് അവന്റെ കരിയർ ഫൈറ്റിംഗിലേക്ക് തിരിഞ്ഞത്. പിന്നെ അവിടുന്ന് MMA ഫൈറ്ററായി മാറി, അങ്ങനെയൊക്കെ. ദെൻ അതിനുശേഷം നമ്മുടെ ഹീറോയിനും കൂടെ അവന്റെ കൂടെ ഒരു ലോക്കൽ ഫൈറ്റിനൊക്കെ ചെല്ലുന്നു. ഫൈറ്റ് നടക്കുന്നത് ലോക്കൽ സെറ്റപ്പിലാണെന്നുണ്ടെങ്കിലും ഇവൻ ശരിക്കും അടി വാങ്ങുന്നുണ്ട്, നന്നായിട്ട് അടി കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫൈറ്റിൽ നമ്മുടെ ഹീറോ ജയിച്ചു. കിട്ടുന്നതോ തുച്ഛമായ തുക. ഇത്ര പൈസ മാത്രമേ സമ്മാനമായിട്ട് കിട്ടുള്ളൂ? ഒന്നുമില്ലെങ്കിൽ നീ കുറെ അടിയൊക്കെ വാങ്ങിയതല്ലേ, അതിനെങ്കിലും അവർ കുറച്ച് പൈസ കൂട്ടിത്തരണ്ടേ? ഇതെന്താ ഇത്ര കുറച്ച്? കാരണം എന്നെ കൊണ്ട് വലിയ ഫൈറ്റിലൊന്നും പങ്കെടുക്കാൻ പറ്റത്തില്ല. ശരിക്കും ഇപ്പൊ എന്നെ ആളുകൾക്ക് അറിഞ്ഞൂടാ, ഞാൻ ആരെന്ന് പോലും അറിഞ്ഞൂടാ. ഞാനൊരു ഫൈറ്റിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ പോലും ടിക്കറ്റ് വാങ്ങാത്ത അവസ്ഥയാണെന്നൊക്കെ അവനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു കാലത്ത് ഏറ്റവും ടോപ്പിൽ പീക്കിൽ നിന്നിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് ഇപ്പൊ ഇങ്ങനെ പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്ന ഒരാൾ ഇപ്പൊ പുറത്തിറങ്ങിയ 4 ആൾ പോലും അയാളെ തിരിച്ചറിയുന്ന സിറ്റുവേഷൻ ഇല്ല എന്ന് പറയുന്നു. ഒരൊറ്റ കാരണം മാത്രം, നമ്മുടെ ഹീറോയിൻ അന്നെടുത്ത് പത്രത്തിൽ കൊടുത്ത ആ ഒരു ഫോട്ടോ. ഷെയ്നെ വീണ്ടും പഴയ ആ ഒരു പൊസിഷനിൽ എത്തിക്കണമെങ്കിൽ നമ്മുടെ ഹീറോയിന് കുറേ കടമ്പകൾ കടന്നു പോകേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സ്റ്റാർസും ഷെയ്നുമായിട്ട് മാച്ചസ് ഒക്കെ വരണം. അങ്ങനെ ചെയ്യുന്നതിലൂടെ ഓഡിയൻസിന് ഇവനെ മനസ്സിലായി തുടങ്ങുമല്ലോ. ശരി, ഓക്കെ, എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ചെയ്തേക്കാമെന്ന് കരുതി ഇപ്പോൾ പോപ്പുലർ ആയിട്ട് നിൽക്കുന്ന സ്റ്റാർസിനെ പറ്റിയൊക്കെ അവൾ തിരിഞ്ഞ് മനസ്സിലാക്കുന്നു. അങ്ങനെ കുറേ സമയം മെനക്കെട്ടിരുന്ന ഫൈനലി പുള്ളിക്കാരി സുവാരസ് എന്നൊരു ഫൈറ്ററിനെ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങേർക്കൊരു പാസ്റ്റ് ഉണ്ട്. നേരത്തെ സ്റ്റിറോയിഡ് ടൈപ്പ് ഡ്രഗ്സ് യൂസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളിക്കാരൻ കുറച്ച് നാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലൊക്കെ ആയിരുന്നു. അതിനുശേഷം വീണ്ടും ഫൈറ്റിംഗിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ ഓക്കെ, ഇവൻ തന്നെ നമുക്ക് പറ്റിയ ആള്. ഇവൻ എന്തെങ്കിലും രഹസ്യം കീപ്പ് ചെയ്യുന്നുണ്ടാവും എന്ന് കരുതുന്ന നമ്മുടെ ഹീറോയിനാവട്ടെ അവന്റെ ഫ്ലാറ്റിൽ നുഴഞ്ഞു കയറി അവനെ പറ്റിയുള്ള രഹസ്യങ്ങളൊക്കെ തേടി ചെല്ലുമ്പോൾ അവൻ ഇപ്പോഴും സ്റ്റിറോയിഡ് ടൈപ്പ് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പിൽസ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഇവൾ കണ്ടുപിടിക്കുന്നു. പിന്നെന്ത് നോക്കാൻ, അവൾ അവളുടെ ഫോണിൽ നിന്ന് ഒരു മെസ്സേജ് അയച്ചു. സുവാരസെ, കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നീ ഇത് യൂസ് ചെയ്യുന്ന സ്റ്റില്ല് പുറത്ത് പോകണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം നീ ചെയ്യണം. നീയൊക്കെ വള്ളി നിക്കർ വിട്ട് കിടക്കുന്ന കാലത്ത് MMA ഫൈറ്റിൽ പുപ്പുലിയായിരുന്ന ഒരാളുണ്ട്, ഷെയ്ൻ. അയാളുമായിട്ട് നീ ഒന്ന് ഫൈറ്റ് ചെയ്യണം. തോറ്റു കൊടുക്കണം. തോറ്റു കൊടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ ഈ പില്ലിന്റെ ഫോട്ടോ പുറത്ത് പോകും. തുടർന്ന് സുവാരസിന് വേറെ വഴിയൊന്നുമില്ല. ഫൈറ്റിൽ പങ്കെടുത്തേ പറ്റൂ, തോറ്റു കൊടുത്തേ പറ്റൂ. ഇനിയിപ്പോൾ ഒരു തവണ കൂടി മുമ്പത്തേൻ്റെ കൂട്ട് താൻ സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യമൊക്കെ പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനേ വയ്യ. അങ്ങനെ മാച്ച് സെറ്റാക്കി. ഈ വിവരം ഷെയ്ൻ അറിയുമ്പോൾ അവന് ഭയങ്കര സന്തോഷം. കുറേ നാളുകൾക്ക് ശേഷം പ്രൊഫഷണലായ ഒരാളോട് ഫൈറ്റ് ചെയ്യാൻ പോകണല്ലോ. തന്റെ മാക്സിമം കഴിവും യൂസ് ചെയ്ത് ഫൈറ്റ് ജയിക്കണമെന്നുള്ള മട്ടിൽ അവൻ ട്രെയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ ഓൾറെഡി ഇവള് മാച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവനോട് തോറ്റു കൊടുക്കണമെന്ന്, ഇവന്റെ ഒപ്പോണന്റ് ആയിട്ട് മത്സരിക്കുന്ന ആ ഒരു സുവാരസിനോട് തോറ്റു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും നമ്മുടെ ഹീറോയ്ക്ക് അറിയില്ല. ട്രെയിനിങ്ങിന്റെ സമയത്ത് ഇവർ തമ്മിൽ കൂടുതൽ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. രണ്ടുപേരും അവരുടെ ഫാമിലിയെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിന് ചെറിയൊരു പേടിയുണ്ട്. അവൾക്ക് ക്രൗഡ് പേടിയാണ്. എന്താണെന്നാൽ മുമ്പൊരിക്കലും അവൾ അത്യാവശ്യം ക്രൗഡുള്ള ഒരു ഏരിയയിൽ ചെന്ന സമയത്ത് അവിടെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടായപ്പോൾ ഇവളുടെ കാലിനൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇവൾ ഇൻവിസിബിൾ ആയതുകൊണ്ട് ആർക്കും ഇവളെ കാണാനും പറ്റത്തില്ല. ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളി പിടിച്ച് നിൽക്കുകയും ചെയ്തു. ഇവൾ അതിനകത്ത് പെട്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പോലും പറ്റത്തില്ല. ആര് ചികിത്സിക്കാനാണ്? ഏത് ഡോക്ടർക്കാണ് ഇവളെ കാണാൻ പറ്റുക? അല്ല, പനിയൊക്കെ വരുമ്പോൾ ഇവളപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ നാട്ടുവൈദ്യമായിരിക്കും. ജീരകം, മുളക് പൊടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തിളപ്പിച്ച് ആവി പിടിച്ചാൽ മതി, പെട്ടെന്ന് പനി മാറിയോളും. സംശയമുള്ളവർ ട്രൈ ചെയ്ത് നോക്കൂ. സംഭവം നമ്മുടെ ഹീറോയിന് ക്രൗഡ് ചെറിയൊരു പേടി ആയതുകൊണ്ട്, ശരി നീ ഫൈറ്റിന് നേരിട്ട് വന്നില്ലേ വരണ്ട, ഒരു കാര്യം ചെയ്യും, എൻ്റെ വീട്ടിൽ പോയിരുന്നിട്ട് അവിടുന്ന് TV-യിലൂടെ നിനക്ക് ലൈവായിട്ട് മാച്ച് കാണാമെന്ന് പറയുന്നു. ദെൻ മാച്ച് ഡേ. സുവാരസ് കത്തിക്കയറി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും, സുവാരസ് യൂസ് ചെയ്യുന്ന അവൻ്റെ ആ ഒരു പിൽസ് അത് കത്തിക്കയറി നിൽക്കുന്ന സമയമാണെന്നുണ്ടെങ്കിലും ഇവള് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് പേടിച്ചിട്ട് സുവാരസ് മാച്ച് തോറ്റു കൊടുത്തു. നമ്മുടെ ഹീറോ വിജയിച്ചു. അവനാവട്ടെ തന്റെ സ്വന്തം എഫേർട്ട് കൊണ്ടാണ് വിജയിച്ചത് എന്നാണ് കരുതുന്നത്. മാച്ചിന് ശേഷം ഹീറോ തിരികെ വീട്ടിൽ ചെല്ലുമ്പോഴാവട്ടെ അവിടെ ഒരു റിപ്പോർട്ടറൊക്കെ വന്നിട്ട്, സാർ നിങ്ങൾ എങ്ങനെ ഈ വിജയത്തെ നോക്കിക്കാണുന്നു, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. സന്തോഷമുണ്ട്. മാച്ച് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമായിരുന്നു.
പെട്ടെന്ന് തന്നെ ജയിക്കാൻ സാധിച്ചു എന്നിങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഹീറോ അവന്റെ മുറിയിൽ ചെല്ലുന്നു. ഹീറോയിനും അവിടെയുണ്ട്. ഹീറോ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് അങ്ങോട്ട് ചെല്ലുന്നത്. കാരണം അറിയാലോ, ഇവളുടെ എഫേർട്ട് കൊണ്ടാണ് അവന് വീണ്ടും റിങ്ങിൽ കയറാനൊക്കെ സാധിച്ചത്. ഭയങ്കര സന്തോഷത്തോടെ അവൻ അവളെയും വിളിച്ചുകൊണ്ട് റൂഫ് ടോപ്പിൽ പോയിരുന്ന് സംസാരിക്കുന്നൊക്കെയുണ്ട്. ഹോളി, റിയലി താങ്ക് യു. നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, നീ എൻ്റെ ലൈഫിൽ വന്നില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഒരിക്കലും പോസിബിൾ ആവില്ലായിരുന്നു. എനിക്ക് വീണ്ടും റിങ്ങിൽ കയറാൻ പറ്റി. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നു. അവളാവട്ടെ വലിയ പ്ലാനുകളൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇവനെ ടോപ്പിൽ എത്തിക്കുമെന്ന് പറഞ്ഞാൽ ടോപ്പിൽ എത്തിച്ചിരിക്കും. അതിനെ അടുത്തത് ആരോട് ഫൈറ്റ് ചെയ്യണം, ആരുമായിട്ട് മാച്ച് സെറ്റ് ചെയ്യണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അവളുടെ തലയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഒരു മൂഡിലിരിക്കുമ്പോൾ ഇവർ ഇരുവരും തമ്മിൽ ആ ഒരു അഫെക്ഷനൊക്കെ ഉണ്ടായിട്ട് അവർ രണ്ടാളും കിസ് ചെയ്യുന്നൊക്കെയുണ്ട്. അപ്പോൾ താണ്ടെ കയറി വരുന്നത് നേരെ നമ്മുടെ ഹീറോയോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച ആ റിപ്പോർട്ടർ. കറക്റ്റായിട്ട് ഇവർ കിസ് ചെയ്യുമ്പോൾ വന്ന് ഫോട്ടോയും എടുത്തിട്ട് നമ്മുടെ ഹീറോയുടെ കയ്യിൽ വിടാതെ അവനോട് നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. അങ്ങനെ അടുത്ത ദിവസം തന്നെ ഈ ഫോട്ടോ ഒക്കെ പത്രത്തിൽ വരുന്നുണ്ട്. ഇപ്പൊ നോക്കുമ്പോഴാവട്ടെ നമ്മുടെ ഹീറോയിനെ ആ ഫോട്ടോയിൽ കാണാൻ സാധിക്കുന്നു. ഇത്രയും നാൾ ഇവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഫോട്ടോയിൽ ഇവൾ വിസിബിൾ ആവത്തില്ലായിരുന്നല്ലോ. ഇപ്പൊ അവൾ ഫോട്ടോയിൽ വിസിബിൾ ആയിരിക്കുന്നു. അവൾ ആരെ എന്ത് എന്നുള്ള കാര്യമൊന്നും ഫോട്ടോയിൽ വ്യക്തമല്ല. 3 ബാക്ക്ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ഒരു ഷാഡോ പോലെ മാത്രമേ അവളെ കാണാൻ സാധിക്കുന്നുള്ളൂ. ഇത് കാണുന്നത് നമ്മുടെ ഹോളിക്ക് ഭയങ്കര സന്തോഷമാകുന്നു. ഇപ്പോഴും സാധാരണ ആളുകൾക്ക് അവളെ കാണാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും ഫോട്ടോയിലൊക്കെ അവൾ വിസിബിൾ ആയി തുടങ്ങിയിരിക്കുന്നു. അതിനർത്ഥം പതിയെ അവളും വിസിബിൾ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ എല്ലാവർക്കും അവളെ കാണാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തും എന്നല്ലേ? എന്നായിരിക്കാം. എന്നാലും ഇങ്ങനെയൊക്കെയാണ് അവൾ ചിന്തിക്കുന്നത്. ദെൻ അതെല്ലാം ശേഷം അടുത്തതായിട്ട് നമ്മുടെ ഹീറോ മത്സരിക്കാൻ പോകുന്നത് ബോൺസ് എന്നൊരു ഫൈറ്ററിനെതിരെയാണ്. ഹീറോയിൻ അങ്ങേരുടെ കാര്യത്തിലും കൈ കടത്തി. ഈ ബോൺസിന് വെറും 16 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മൈനർ പെൺകുട്ടിയുമായിട്ട് റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. സോ അത് വലിയൊരു ക്രൈമാണല്ലോ. ഈ കാര്യങ്ങൾ പുറത്തു വരാതിരിക്കണമെങ്കിൽ മാച്ച് തോറ്റു കൊടുക്കണമെന്ന് പറയുന്നു. ബോൺസിന് സമ്മതിക്കല്ലാതെ വേറെ വഴിയില്ല. ഇതിപ്പോൾ ആര് എവിടുന്ന മെസ്സേജ് അയക്കുന്നത് എന്നുള്ള ഐഡിയ ഒന്നുമില്ല. ഇനിയിപ്പോൾ ഈ ഒരു ഫോണൊക്കെ ട്രാക്ക് ചെയ്ത് ആ ഒരു നമ്പറൊക്കെ ട്രാക്ക് ചെയ്ത് പോയാലും എങ്ങും എത്താൻ പോകുന്നില്ല. ബിക്കോസ് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ അത് അവളെ പോലെ തന്നെ ഇൻവിസിബിൾ ആണ്. ഇതിപ്പോൾ എന്താ ഇങ്ങനെ, ഇതിൽ എന്ത് ലോജിക്കാവുള്ള എന്നൊന്നും ചോദിക്കരുത്. കാര്യം ആ ചോദ്യങ്ങൾക്കൊന്നും ഇവിടെ പ്രസക്തിയില്ല. ശേഷം അടുത്ത മാച്ച് ഡേ. ഈസി ആയിട്ട് നമ്മുടെ ഹീറോ ആ മാച്ചിൽ ജയിച്ചു. അങ്ങനെ നമ്മുടെ ഹീറോ വീണ്ടും പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നു. ഹോളിയുടെ അടുത്ത പ്ലാൻ ആവട്ടെ നമ്മുടെ ഹീറോയും മറ്റേയുമായിട്ടുള്ള മാച്ചാണ്. ഈ മറ്റേ എന്ന ഈ പുള്ളിക്കാരനാണ് പണ്ട് ഹീറോയുടെ കരിയറൊക്കെ തകർന്ന ആ ഒരു സമയത്ത് അവസാനമായിട്ട് ഹീറോയോട് മത്സരിച്ച് ഹീറോയെ തോൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഇപ്പോൾ ഇയാളുടെ കൂടെ ഒരു മാച്ച് വെച്ച് ഇയാളെ കൂടെ ഹീറോയ്ക്ക് തോൽപ്പിക്കാൻ സാധിച്ചാൽ അവൻ്റെ കംബാക്ക് ഗംഭീരമാകും. അപ്പോൾ അങ്ങനെ ഒരു മാച്ച് സെറ്റാക്കാൻ വേണ്ടി ഹീറോയിനാണെങ്കിൽ വെറുതെ ഒരു റൂമർ അങ്ങ് അടിച്ചിറക്കുന്നു. അതായത് മറ്റേ നമ്മുടെ ഹീറോയുമായിട്ടൊരു മാച്ചിന് സമ്മതിച്ചിട്ടുണ്ട്. അധികം വൈകാത്ത ഡേറ്റ് അനൗൺസ്മെന്റ് ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ ഇൻഫ്ലുവൻസ് യൂസ് ചെയ്ത് പത്രങ്ങളിലൂടെ ഇങ്ങനെ വെറുതെ ഒരു കള്ളത്തരം അടിച്ചിറക്കി. റൂമർ സ്പ്രെഡ് ആയതോടെ മറ്റേയായിരിക്കും പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യമായി. അങ്ങേര് പിന്മാറി കഴിഞ്ഞാൽ അങ്ങേര് പേടിച്ചിട്ട് പിന്മാറി എന്നൊക്കെയുള്ള ഒരു ടോണിൽ നാട്ടുകാർ സംസാരിച്ചു തുടങ്ങും. സോ മാച്ചിന് സമ്മതിക്കേണ്ടി വരുന്നു. തുടർന്ന് ഹീറോയിൻ മറ്റേ ഫോളോ ചെയ്ത് അവൻ്റെ ഫ്ലാറ്റിലൊക്കെ ചെയ്ത് അവിടെ ഇവിടെ അവൻ്റെ എന്തെങ്കിലുമൊക്കെ രഹസ്യം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് തിരയുന്നുണ്ട്. ഇവൻ അവിടെ ഒടുക്കത്തെ നല്ലവനും. അവന് യാതൊരു തരത്തിലുള്ള രഹസ്യവും ഇല്ലാത്ത പോലെ. നോ ഡ്രഗ്സ്, നോ അതർ റിലേഷൻഷിപ്സ്, നോ അഡിക്ഷൻ. ഒടുക്കത്തെ നല്ലവൻ. ആദ്യത്തെ 2 തവണ ബ്ലാക്ക് മെയിൽ ഒക്കെ ചെയ്ത് കളി ജയിക്കാൻ സാധിച്ചെങ്കിൽ ഇത്തവണ പണി മാളുമല്ലോ എന്നൊരു സിറ്റുവേഷനായി. ഇങ്ങനെ പറ്റി ഒന്നും അറിയാതെ ഒന്നും അന്വേഷിക്കാതെ ആദ്യം തന്നെ മാച്ച് കയറി ഫിക്സ് ചെയ്ത് ഒരുമാതിരി എടുത്തുചാട്ടമായി പോയല്ലോ എന്നൊരു സിറ്റുവേഷനിലായി. വട്ടവർ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. മാച്ചിന്റെ കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ അങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവളുടെ ഫാമിലി ഇടയ്ക്കിടെ ഇങ്ങനെ വന്ന് മീറ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അവൾ വന്ന് എല്ലാവരെയും കണ്ടിട്ട് പോകുന്നുണ്ട്. ഇവളുടെ ചേച്ചിയാണെങ്കിൽ പുള്ളിക്കാരി പ്രഗ്നന്റ് ആണ്. പക്ഷേ പുള്ളിക്കാരി ഈ കാര്യം അവരുടെ ഹസ്ബൻഡിനോട് പറയാൻ തയ്യാറാവുന്നില്ല. വൈ, എന്തുകൊണ്ടാണ് പുള്ളിക്കാരി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം, ഇത്രയും സന്തോഷം നൽകുന്ന കാര്യം മറച്ചു വെക്കുന്നത്? അതിന്റെ കാരണം എന്താണെന്നും ഇവൾക്ക് ഇപ്പോൾ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് പത്ര ഓഫീസിൽ നിന്ന് നമ്മുടെ ഹീറോയിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹീറോ ഷെയ്ന് സീക്രട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന ആ പെണ്ണുണ്ടല്ലോ, അന്നത്തെ മോഡലായിരുന്ന ഇപ്പോഴത്തെ ആക്ട്രസ് ആയിട്ടുള്ള ജൂലിയാന, അവൾ ഈ സിറ്റിയിൽ എത്തിയിരിക്കുന്നു. മാത്രമല്ല അവൾ ആരെയോ ഡേറ്റ് ചെയ്യുന്നതായിട്ട് പത്രക്കാരുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടത്രേ. തുടർന്ന് നമ്മുടെ ഹീറോയിനും അവളുണ്ടെന്ന് പറയുന്ന ആ ഒരു ലൊക്കേഷനിലേക്ക് ചെന്ന് നോക്കുമ്പോഴാവട്ടെ അവൾ ഡേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്ന ആൾ മറ്റാരുമല്ല, നമ്മുടെ ഹീറോ ആണ്. ഷെയ്ൻ അവളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഹീറോയിൻ ആവട്ടെ അവനോട് ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. അവന് പിന്നാലെ ഓടി ചെന്ന് അവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഹോളി പ്ലീസ് വെയിറ്റ്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ നിനക്ക് പറയാനുള്ളത്? ഹോളി, നിനക്കറിയാലോ നമ്മുടെ കാര്യം വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് തന്നെ ഉറപ്പില്ലാത്തൊരു സിറ്റുവേഷനാണ്. നീ റിയൽ ആണോ എന്ന് എനിക്ക് അറിയില്ല. നീ ചിലപ്പോൾ എൻ്റെ ഹാലൂസിനേഷൻ ആണെങ്കിലോ? അതേടാ മോനെ, പത്രത്തിൽ വന്ന വാർത്ത, നീ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന മാച്ചസ് എല്ലാം ഹാലൂസിനേഷനാണ്, ഒന്നും റിയൽ അല്ല. ഹോളി, എനിക്ക് റിയൽ ആയിട്ട് ഒരാളുടെ കൂടെ റിലേഷൻഷിപ്പ് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. ജൂലിയാനെ ഞാനിപ്പോൾ മീറ്റ് ചെയ്തേ ഉള്ളൂ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നതേ ഉള്ളൂ, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. ഇത് നേരാവണ്ണം പറയുന്നതിന് പകരം ഇവനിങ്ങനെ കുഴച്ച് മറിച്ച് നീ റിയൽ ആണോ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയാൻ പോയി കഴിഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യമായി. ഞാൻ ശരിക്കും ഒരു പൊട്ടിയായിരുന്നല്ലേ. നീ എന്നോട് അന്നേ വിട്ടിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അന്ന് വിട്ടിട്ട് പോകണമായിരുന്നു. ഞാനത് ചെയ്തില്ല. നിന്റെ പുറകെ വന്ന് നിനക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. എന്തിന് നിന്റെ ഒപ്പോണൻസിനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് മാച്ച് വരെ ഫിക്സ് ചെയ്തു. എന്നിട്ടും എന്നൊക്കെ പറഞ്ഞ് നാവെടുത്തതും ഹീറോ അവളോട് ദേഷ്യപ്പെടുന്നു. എന്താ നീ മാച്ച് ഫിക്സ് ചെയ്തെന്നോ? ഫൈറ്റിംഗ് ഇവനെ പോലെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരാൾക്ക്, ഓരോ മാച്ചും തന്റെ സ്വന്തം എഫേർട്ട് കൊണ്ട് ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ഇങ്ങനെ ഫിക്സിങ്ങിനെ പറ്റി ചിന്തിക്കാൻ പോലും സാധിക്കത്തില്ല. എന്നിങ്ങനെയൊക്കെ ചിന്തിക്കുന്ന, ഫൈറ്റിങ്ങിനെ ഭയങ്കര ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന നമ്മുടെ ഹീറോയെ പോലെ ഒരാളെ ഇവളിങ്ങനെ മാച്ച് ഫിക്സിംഗ് ഒക്കെ ചെയ്ത് അവമാനിച്ചു എന്ന മട്ടിൽ അവൻ ഇവളോട് ദേഷ്യപ്പെട്ട് മാറിപ്പോകുന്നു. പൊന്നുമോളെ, നീ ഇത്രയും നാൾ ചെയ്തു തന്ന ഉപകാരത്തിനൊക്കെ വളരെ നന്ദി. ഇനി എൻ്റെ ലൈഫിൽ നിന്നെ കണ്ടുപോകരുത്, എൻ്റെ കൺമുന്നിൽ നിന്നെ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് വല്ലാണ്ട് ഇമോഷണലായി അവിടുന്ന് മാറിപ്പോയി. ആദ്യം ജൂലിയാൻ്റെ കൂടെ അവനെ കണ്ടപ്പോൾ ഇവൾക്ക് ദേഷ്യമായെങ്കിലും വീണ്ടും താൻ
അവന്റെ മനസ്സ് തകർക്കുവാണ് ചെയ്തതെന്നൊക്കെ വിചാരിക്കുമ്പോൾ ഇവൾക്കങ്ങ് വല്ലാതായി. ദെൻ അതെല്ലാം ശേഷം നമ്മുടെ ഹീറോ ഇവളെ കാണാൻ വീണ്ടും അവളുടെ അപ്പാർട്ട്മെന്റിൽ വരുന്നുണ്ട്. എല്ലാം അവസാനിപ്പിച്ച് അവളെ ഇനി തന്റെ കണ്ണിന് മുന്നിൽ കണ്ടുപോയേക്കരെന്നൊക്കെ പറഞ്ഞ് അവൻ പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഒരു കാര്യം കൂടെ അവന് തുറന്നു പറയാനുണ്ടായിരുന്നു. അതെന്താണെന്നാൽ നമ്മുടെ ഹീറോയിൻ കരുതിയ പോലെ അവന്റെ കരിയർ മുഴുവൻ നശിക്കാൻ കാരണം ഇവളെടുത്ത ആ ഒരു ഫോട്ടോ അല്ല. അവന്റെ കുടുംബജീവിതത്തിൽ ഓൾറെഡി കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇവനും ജൂലിയാനുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ്, ജൂലിയാനും മറ്റാളുകളുമായിട്ട് ഇതേപോലെയുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് അവിടെയും ആത്മാർത്ഥമായിട്ടല്ല ഇവിടെയും ആത്മാർത്ഥമായിട്ടല്ല. ആ സമയത്തൊക്കെ അവൻ ഫൈറ്റിലും ആത്മാർത്ഥമായിട്ടല്ല കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവനും ജൂലിയാനുമായിട്ടുള്ള ആ ഫോട്ടോ പുറത്തു വന്നതിന്റെ പേരിൽ മാത്രമല്ല അവനെ അക്കാഡമിയിൽ നിന്ന് പുറത്താക്കാനും അവന്റെ കരിയർ അവസാനിക്കാനും കാരണം. ആ സമയത്തെ അവന്റെ സ്വഭാവവും രീതികളും ഒക്കെ കൂടി പ്രശ്നമായതാണ് അവന്റെ കുടുംബജീവിതത്തിലും പ്രശ്നമുണ്ടാവാൻ കാരണം, ഈവൻ ഫൈറ്റിങ്ങിലും പ്രശ്നമുണ്ടാവാൻ കാരണം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഹീറോയിൻ ആദ്യം തന്നെ അവൻ കബളിപ്പിക്കുമായിരുന്നു എന്നൊരു തോന്നലൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അവനിപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറഞ്ഞില്ലേ, അതെല്ലാം അവന്റെ മനസ്സിലെ വേദന കൊണ്ടാണ്. താൻ ഒരിക്കലും ആ മാച്ച് ഫിക്സിങ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന ഹീറോയിൻ അവനെ കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അവൻ അവളെ തള്ളിമാറ്റി. വേണ്ട, എനിക്ക് നീയുമായിട്ട് ഒരു റിലേഷൻഷിപ്പിനും താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് മാറിപ്പോയി. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന ഹോളി ആവട്ടെ ഒരു കലൈഡോസ്കോപ്പ് വലിച്ചെറിഞ്ഞ് കളയുന്നുണ്ട്. അത് അവളുടെ അമ്മയുടേതായിരുന്നു. അവളുടെ അമ്മയുടേതായിട്ട് അവളുടെ അടുത്ത് ബാക്കി ഉണ്ടായിരുന്നത് ആ ഒരു സാധനം മാത്രമാണ്. പറഞ്ഞിരുന്നല്ലോ ഇവളുടെ അമ്മ മാത്സിൽ അത്യാവശ്യം പുപ്പുലിയാണ്. സോ ഇതുപോലത്തെ കലൈഡോസ്കോപ്പുകൾ പസിലുകളൊക്കെ പുള്ളിക്കാരി കൊണ്ടു നടക്കാറുണ്ടായിരുന്നു. ഇവിടെ മുതൽ നമ്മുടെ കഥ ആകെ മൊത്തം അങ്ങ് മാറി തുടങ്ങുവാണ്. ഇത്രയും നാളെ ഈ കലൈഡോസ്കോപ്പ് എപ്പോഴും ഇവളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇത് ഇവളിൽ നിന്ന് വിട്ടുമാറിയതും കുറെ മാറ്റങ്ങളൊക്കെ അവളുടെ ലൈഫിലും സംഭവിക്കുന്നു. ഇത്രയും നാൾ നമ്മുടെ ഹീറോയിൻ അവളുടെ റിഫ്ലക്ഷൻ ഒക്കെ കാണാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഇപ്പൊ അവൾ കണ്ണാടിയിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ അവളുടെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നില്ല. എന്താ തനിക്ക് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ ഇവൾ പുറത്തിറങ്ങി ഷെയ്നിന്റെ അടുത്ത് ചെല്ലുമ്പോഴാവട്ടെ അവനും ഇപ്പോൾ ഇവളെ കാണാൻ സാധിക്കുന്നില്ല. ഇതെല്ലാം തിരിച്ചറിയുന്ന നായിക വിഷമത്തോടെ അവളുടെ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ ഇവളുടെ സഹോദരി അല്ലെങ്കിൽ ഇവളുടെ ചേച്ചി ഇപ്പോഴും പുള്ളിക്കാരി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവരുടെ ഹസ്ബൻഡിനോട് പറഞ്ഞിട്ടില്ല. ഇതിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. എങ്ങനെയെങ്കിലും ഈ കാര്യം ഇവളുടെ ഹസ്ബൻഡിനെ അറിയിക്കണമെന്ന് തീരുമാനിക്കുന്ന നമ്മുടെ ഹീറോയിൻ ആവട്ടെ അവൾ ഇൻവിസിബിൾ ആണെന്നുണ്ടെങ്കിലും ഒബ്ജക്ട്സിലൊക്കെ അവൾക്ക് പിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ വനീസയുടെ ഹസ്ബൻഡിന്റെ മുന്നിൽ വെച്ച് വനീസ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം റിവീൽ ആക്കുന്നു. തന്റെ ഭാര്യ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ഭയങ്കര സന്തോഷം. എന്നാൽ വനീസ ആവട്ടെ ആകെ മൊത്തം പേടിച്ചിട്ടാണ് ഇങ്ങേരോട് ഈ കാര്യം പറയാതിരുന്നത്. അവൾ പണ്ട് തൊട്ടേ സൗന്ദര്യത്തിൽ കോൺഷ്യസ് ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തന്റെ സൗന്ദര്യം പോകുമോ, ഫേസ് ഒക്കെ ആകെ മൊത്തം അങ്ങ് മാറി മറിയുമോ എന്നൊക്കെയുള്ള പേടി കാരണമാണ് പുള്ളിക്കാരി ഇത് മറച്ചു വെച്ചുകൊണ്ടിരുന്നത്. ഹേയ്, എന്തൊരു സില്ലി റീസൺ അല്ലേ. ഒരുപക്ഷെ നമുക്ക് സില്ലിയായിട്ട് തോന്നുമെങ്കിലും ഗേൾസിന് അങ്ങനെ ആയിരിക്കില്ലായിരിക്കും, അറിയില്ല. വാട്ട് എവർ, വനീസയുടെ ഹസ്ബൻഡ് അവളെ ആശ്വസിപ്പിച്ചു. നീ അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ലൈഫിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ നമ്മുടെ സന്തോഷമായിട്ട് മാറും, നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ ഒരു പ്രചോദനമാവും എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ ഇവളെ ആശ്വസിപ്പിച്ച് ഇവളുടെ ആ ഒരു പേടിയൊക്കെ മാറ്റി കൊടുക്കുന്നു. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവളുടെ അനിയൻ ട്രോയുടെ അടുത്ത് ചെല്ലുമ്പോഴാവട്ടെ അവനാണെങ്കിൽ ഒരു ഡോക്യുമെന്ററിയുടെ പണിപ്പുരയിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആളുകളുടെ കാലുകളെ പറ്റി. ഇവള് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴാവട്ടെ ആ ഡോക്യുമെന്ററിയിൽ മെയിൻ ആയിട്ടുള്ളത് ഒരേ ഒരാളുടെ കാലുകളാണ്. ഇവരൊരു പെൺകുട്ടിയെ ഇഷ്ടമാണ്. ആ പെൺകുട്ടി ഇവന്റെ വീടിന്റെ അതുവഴി ഇങ്ങനെ നടന്നു പോകും. എല്ലാ ദിവസവും പോകുമ്പോൾ ഇവൻ ആ കാര്യം ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് അത് ഡോക്യുമെന്ററി എന്നൊക്കെ പറഞ്ഞ് അവളോട് പറയാനുള്ള മടി കൊണ്ട് അത്രത്തോളം ഇൻട്രോവേർട്ടഡ് ആയിട്ടൊരു പയ്യനാണ് അവൻ. അല്ല, ഇതിപ്പോ ഇങ്ങനെയൊക്കെയുള്ള ഇവനെ പറ്റിയാണോ നമ്മുടെ ഹീറോയിൻ കഥയുടെ തുടക്കത്തിൽ അവൻ വലിയ സ്മാർട്ട് ആണെന്നൊക്കെ പറഞ്ഞത്? സ്മാർട്ടാണ്, ആരെയും അറിയിക്കാതെ തന്ത്രപരമായിട്ട് ഡോക്യുമെന്ററി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ദിവസവും ഇത് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു അർത്ഥത്തിൽ സ്മാർട്ടാണ്. ഇതെല്ലാം മനസ്സിലാക്കുന്ന ഹീറോയിൻ അടുത്ത ദിവസം ട്രോയുടെ ക്രഷ് അതുവഴി നടന്നു പോകുമ്പോൾ അവളെ കാല് തട്ടി വീഴ്ത്തി ട്രോയും അവളും തമ്മിൽ അവന്റെ ക്രഷും തമ്മിൽ മീറ്റ് ചെയ്യിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ദെൻ അതിനുശേഷം നമ്മുടെ ഹീറോയിൻ അവളുടെ അച്ഛന്റെ അടുത്ത് ചെല്ലുന്നു. അവൾ പറയുന്നുണ്ടായിരുന്നല്ലോ അവളുടെ അച്ഛനാണെങ്കിൽ പല കാര്യങ്ങളെ പറ്റിയും ശ്രദ്ധിക്കാറില്ല, തങ്ങളുടെ കാര്യത്തിലൊന്നും കെയർ ചെയ്യാത്തൊരു മനുഷ്യനാണെന്ന്. അതിന് കാരണം നേരാമാണ് ഇവളുടെ അച്ഛനെ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. ഇവള് വളരെ കെയർഫുൾ ആയിട്ട് അദ്ദേഹത്തിന്റെ സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴാവട്ടെ ഈ പറയുന്ന റിയൽ എസ്റ്റേറ്റും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും അതിനിടയിൽ അദ്ദേഹം കുറച്ച് സ്പെഷ്യൽ സ്പേസസ് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് കുറെ പടങ്ങളൊക്കെ വരച്ച് ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞ ഹീറോയിൻ ആലോചിക്കുമ്പോഴാണ് ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത്. ഇവളുടെ അമ്മയുടെ ഒരു ഡിവൈസ് ഉണ്ടായിരുന്നല്ലോ, കലൈഡോസ്കോപ്പ്, ഇടയ്ക്ക് നമ്മുടെ ഹീറോയിൻ വലിച്ചെറിഞ്ഞ് കളയുന്നത് കണ്ടത്. ആ ഒരു ഡിവൈസ് വഴി ഇവളെ പിക്ചറിൽ നോക്കുമ്പോഴാണ് ഇതെല്ലാം കലൈഡോസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടുകളാണ്. ഇദ്ദേഹം തന്റെ അച്ഛൻ എത്രമാത്രം തന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവള് തിരിച്ചറിയുന്നത്. മാത്രമല്ല അവളുടെ അച്ഛൻ അവളുടെ അമ്മയുടെ കല്ലറക്കലൊക്കെ പോയിരുന്നു പുള്ളിക്കാരോട് സംസാരിക്കാറുണ്ട്. ഇതൊക്കെ ലൈഫിൽ ആദ്യമായിട്ടാണ് നമ്മുടെ ഹോളി കാണുന്നത്. ഇതെല്ലാം കാണുമ്പോഴാണ് താൻ മാത്രമല്ല തന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നത്, ഇവർ ഓരോരുത്തരും തന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു. അവരുടെ വിഷമം താൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല, അവർക്കും തന്നെ പോലെ തന്നെ വിഷമം ഉണ്ടായിരുന്നു എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഹീറോയിൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും നാൾ ഞാൻ എന്നെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ എന്നിങ്ങനെയൊക്കെ ഹീറോയിന് തോന്നലുണ്ടാവുന്ന അതേ സമയം തന്നെയാണ് ഇന്നാണല്ലോ മാച്ച് ഡേ എന്നുള്ള കാര്യവും പുള്ളിക്കാരി ആലോചിക്കുന്നത്. ഏത്, നമ്മുടെ ഹീറോയുടെ മൂന്നാമത്തെ ഫൈറ്റ് ഇന്നാണ്. തുടർന്ന് ഓട്ടം ഓടി ചെന്ന് ബസ്സൊക്കെ പിടിച്ച് ഫൈനലി മാച്ച് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ ചെന്നു. ഹീറോയ്ക്ക് അവളെ ഇപ്പോൾ കാണാൻ സാധിക്കില്ലല്ലോ, എങ്കിലും ഒരു പ്രതീക്ഷ വെച്ച് പുള്ളിക്കാരി ഒന്നും നോക്കുന്നില്ല. കിട്ടിയ ചാൻസിന് റിങ്ങിനകത്ത് കയറി ഹീറോയോട് സംസാരിക്കാൻ ശ്രമിക്കുന്നു. തുടക്കത്തിൽ കുറച്ച് സമയം അവൻ അവളെ കാണാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവൻ അവളെ കാണാൻ പറ്റുന്നു. പക്ഷേ ഇത്തവണ അവന് മാത്രമല്ല കേട്ടോ, അവിടെയുള്ള മുഴുവൻ ആളുകൾക്കും എൻ്റെ ഓഡിയൻസിനും അവളെ കാണാൻ സാധിക്കുന്നു. അവൾ ഹീറോയുടെ കയ്യിൽ പിടിച്ച്, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്, നിനക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ നിന്നെ ഇട്ടെറിഞ്ഞു പോകുന്ന ആളല്ല ഞാൻ. നിന്നെ ജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് ഞാൻ കുറെ മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചു, ശരിയാണ്, പക്ഷേ ഇനി ഒരിക്കലും ഞാനത് ആവർത്തിക്കില്ല എന്നിങ്ങനെയൊക്കെ
തുടങ്ങി ഇവള് പറയുന്നു. അപ്പോഴേക്കും ചുറ്റുമുള്ള ഓഡിയൻസിന് എല്ലാവർക്കും ഇവളെ കാണാൻ പറ്റിയല്ലോ. സെക്യൂരിറ്റീസ് ഇവളെ റിംഗിൽ നിന്ന് പിടിച്ചു മാറ്റി. എല്ലാവർക്കും തന്നെ കാണാൻ പറ്റുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹീറോയിന് സന്തോഷം. എന്നാൽ മാച്ച് റിസൾട്ട് വരുമ്പോഴാവട്ടെ നമ്മുടെ ഹീറോ പരാജയപ്പെട്ടു. ചെറിയ പോയിന്റ് വ്യത്യാസത്തിൽ ഹീറോ പരാജയപ്പെട്ടു. മറ്റേയ എന്ന് പറയുന്ന പുള്ളിക്കാരൻ തന്നെ വീണ്ടും ജയിച്ചു. പരാജയപ്പെട്ടെങ്കിലും ഹീറോയ്ക്ക് പ്രശ്നമില്ല. റിയൽ ആയിട്ടൊരു മാച്ച് കളിക്കാൻ പറ്റി, ഫിക്സ് ചെയ്യാത്തൊരു മാച്ച് കളിക്കാൻ പറ്റി എന്നുള്ള സന്തോഷം അവന്റെ ഉള്ളിലുണ്ട്. മാത്രമല്ല അവന്റെ ട്രൂ ലവ് ഹോളിയാണെന്നുള്ള കാര്യം അവൻ തിരിച്ചറിയുന്നു. ജൂലിയാന അവനെ തേടി വന്നത് എപ്പോഴാണ്? അവന് പരാജയം ഉണ്ടായിരുന്ന ഒരു സമയത്ത് പോലും അവൾ ഇതിനെ വിളിച്ചിട്ട് പോലുമില്ല. അവൻ വീണ്ടും കളിക്കാൻ തുടങ്ങി, മത്സരിക്കാൻ തുടങ്ങി, 1-2 മാച്ചസ് ജയിച്ച സമയത്ത് മാത്രമാണ് ജൂലിയാന വീണ്ടും ഇവനെ തേടി വന്നത്. സോ അവൾക്ക് വേണ്ടത് പണമാണ്, പ്രശസ്തിയാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലാവുമ്പോൾ ഈ പറഞ്ഞതൊന്നും ആഗ്രഹിക്കാതെ ഒരു പരാജയമായിരുന്ന തന്നെ ഇവിടെ വരെ ഉയർത്തിക്കൊണ്ട് വന്ന ഹീറോയിനാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കി ഹീറോ അവളെ തേടി ചെല്ലുന്നു. സെക്യൂരിറ്റീസ് തൂക്കിയെടുത്ത് പുറത്ത് കളയാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഹീറോയിനെ അവരുടെ അടുത്തു നിന്നൊക്കെ രക്ഷപ്പെടുത്തി ഓടിച്ചെന്ന് ഹീറോ കെട്ടിപ്പിടിച്ചു. അങ്ങനെ ഫൈനലി അവർ ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ, അവർ ഒന്നിക്കുകയാണ്. ദെൻ അതെല്ലാം ശേഷം നമ്മുടെ ഹീറോയിൻ വീണ്ടും അവളുടെ അച്ഛന്റെ മുന്നിൽ ചെല്ലുന്നു. ഇപ്പൊ അദ്ദേഹത്തിന് അവളെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവളെ കാണുമ്പോൾ തന്നെ പഴയ മെമ്മറീസ് ഒക്കെ, എവിടെയോ മറഞ്ഞുപോയ ആ മെമ്മറീസ് ഒക്കെ അദ്ദേഹത്തിന്റെ മനസ്സിൽ വരുന്നു. അങ്ങനെ ഇവള് തന്റെ മകളാണെന്ന് മനസ്സിലാക്കി അവളെ കെട്ടിപ്പിടിക്കുന്ന അദ്ദേഹത്തെ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സിനിമയെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു അടിപൊളി സിനിമയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.